السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. صدق الله مولانا العظيم. من اقتراب الساعة اندفاع الأهلة. صدق رسول الله. لك الحمد مولانا على كل نعمتي ومن جملة النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد. പാപികളായ പാവപ്പെട്ടവരായ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അർഹമുർറാഹിമായ നാഥൻ നമുക്കെല്ലാവർക്കും വിട്ടുപുറത്തു തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ത്വഅത്തിലൂടെ ജീവിക്കാൻ, അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യം പടച്ച തമ്പുരാൻ നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇഖ്ലാസിലധിഷ്ഠിതമായ അള്ളാഹുവിൻ്റെ പൊരുത്തം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സുഹൃതങ്ങൾ ധാരാളം ചെയ്യാൻ അള്ളാഹു നമുക്ക് വഴി ഒരുക്കി തരുമാറാകട്ടെ. കാപട്യ പ്രവർത്തനങ്ങളിൽ നിന്ന്, മുനാഫിഖിൻ്റെ സ്വഭാവ പ്രവർത്തനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ സംശുദ്ധരാക്കി മാറ്റിത്തരുമാറാകട്ടെ. ഈമാനിൻ്റെ വെളിച്ചത്തോടെ, ആനന്ദത്തോടെ, ആവേശത്തോടെ ജീവിക്കാനുള്ള മുസൽമാൻ്റെ, വിശ്വാസിയുടെ ഇസ്സത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. രോഗികളായി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടുകൂടെയുള്ള ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ തൊഴിലുകളിലും കച്ചവടങ്ങളിലുമെല്ലാം അള്ളാഹു ബറക്കത്തും സമാധാനവും നിലനിർത്തി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ പാരത്രിക ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും ഫിർദൗസിൻ്റെ അഹിലുകാരായി റബ്ബു തആല ഖബൂലാക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം സംസാരിച്ചു വന്നിരുന്ന പ്രധാന വിഷയം അന്ത്യനാൾ, ലോകാവസാനം എന്നതായിരുന്നു.
ഇടയ്ക്ക് ഉപവിഷയങ്ങളായി ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ വ്യഭിചാരവും ലൈംഗിക കുറ്റകൃത്യങ്ങളും വ്യാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ വ്യഭിചാരമെന്ന വിഷയം തന്നെ കുറച്ചാഴ്ചകൾ സംസാരിക്കേണ്ടി വന്നു. അന്ത്യനാളിൻ്റെ മറ്റൊരു അടയാളം അശ്ലീലങ്ങൾ നിറഞ്ഞ കലകളും സംഗീതങ്ങളും രംഗം കൈയടക്കുക എന്ന അടയാളം പറഞ്ഞപ്പോൾ സംഗീതവും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം കുറച്ച് സംസാരിച്ചു. പ്രധാനമായും നാം സംസാരിച്ചു വന്നിരുന്ന വിഷയം അന്ത്യനാൾ, ലോകാവസാനം എന്നതായിരുന്നു. ഇനി നോമ്പിന് മുമ്പുള്ള ഈ 2 ആഴ്ച ആ വിഷയകമായി ചില വസ്തുതകൾ കൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. നോമ്പിന് വേറെ വിഷയം, റമദാൻ ചിന്തകൾ, റമദാനിൽ നാം മനസ്സിലാക്കേണ്ട മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു പോകാനുണ്ട്. പ്രിയമുള്ളവരെ, അന്ത്യദിനത്തിൻ്റെ, ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ പലതും നിങ്ങൾ കേട്ടു. പ്രധാനപ്പെട്ട മറ്റു ചില അടയാളങ്ങൾ കൂടി ഇനി പറയാൻ ബാക്കിയുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനത്തെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന മുന്നറിയിപ്പുകളാണ് അശറാത്തു സാഅ, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ. നൂറ്റാണ്ടുകളായി ഈ അടയാളങ്ങൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ തന്നെ 14 നൂറ്റാണ്ടു മുമ്പ് ആ യാഥാർത്ഥ്യം വ്യക്തമാക്കിയതാണ്. فهل ينظرون إلا الساعة أن تأتيهم بغتة فقد جاء أشراطها فهل ينظرون إلا الساعة أن تأتيهم بغتة. അക്രമികളായ ജനങ്ങളെ 14 നൂറ്റാണ്ട് മുമ്പുള്ള ഖുർആനിന്റെ സംബോധിതരായ ആളുകളെ വിളിച്ചാണ് പറയുന്നത്. അക്കാലത്തുണ്ടായിരുന്ന മുശ്രിക്കുകളെ, തെമ്മാടികളെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു. നിങ്ങൾക്കിനി പെട്ടെന്ന് വരുന്ന, ആകസ്മികമായി വരുന്ന അന്ത്യദിനം മാത്രമേ കാത്തിരിക്കാനുള്ളൂ. അതല്ലാതെ ഒന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനും കാത്തിരിക്കാനുമില്ല. فقد جاء أشراطها. ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളിൽ പലതും വന്നു കഴിഞ്ഞല്ലോ, കണ്ടു കഴിഞ്ഞല്ലോ, നിങ്ങൾ കണ്ടും അനുഭവിച്ചും കഴിഞ്ഞല്ലോ. ഖുർആൻ പറയുന്നു, ലോകാവസാനത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്താ? ആദ്യത്തേതും ഒന്നാമത്തേതുമായ അടയാളം മറന്നു തോന്നുന്നുണ്ട്, പറഞ്ഞു നേരത്തെ. ലോകാവസാനത്തിന്റെ വിവിധ ലക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ അടയാളം എന്താ? ബിഅ്സത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവ്വലും മിൻ അശ്റാത്തിസ്സാഅ. ഒന്നാമത്തെ അടയാളം, ലോകാവസാനത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം, പ്രഥമ ലക്ഷണം ബിഅ്സത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകന്റെ ആഗമനമാകുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ്, അതാണ് ഒന്നാമത്തെ അടയാളം. അവിടുന്ന് പറഞ്ഞല്ലോ, ഹദീസുകളിൽ കാണാം, മസലീ വ മസലുസ്സാഅ, ഞാനും അന്ത്യനാളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെയോ? ഞാനും അന്ത്യനാളും എങ്ങനെ എന്നൊരു ഉപമയിലൂടെ പഠിപ്പിച്ചു തരട്ടെയോ? കമസലി സൗബിൻ ശുഖ മിൻ അവ്വലിഹി. ഒരു വസ്ത്രം പോലെയാണ്. ആ വസ്ത്രത്തിന്റെ മുകൾ ഭാഗം കീറി തുടങ്ങിയിരിക്കുന്നു. ഫതഅല്ലഖ ബിഖൈത്തിൻ, ആ വസ്ത്രത്തിന്റെ മുൻഭാഗം കീറിയിട്ട് ഒരു നൂൽ ബന്ധത്തിലാണ് ആ വസ്ത്രം ഇപ്പോൾ നിലനിൽക്കുന്നത്. ശുഖ മിൻ അവ്വലിഹി, ആ വസ്ത്രത്തിന്റെ ഭാഗങ്ങളെല്ലാം കീറിയിട്ട് പൊളിഞ്ഞിട്ട് ഫതഅല്ലഖ ബിഖൈത്തിൻ, ഒരു നൂൽ ബന്ധത്തിൽ ആ വസ്ത്രം ഇങ്ങനെ നിലനിൽക്കുകയാണ്.
ആ നൂൽ കൂടി പൊട്ടിക്കഴിഞ്ഞാൽ വസ്ത്രം പൂർണ്ണമായി കീറി. ഇതുപോലെ ഞാൻ കടന്നു വന്ന കാലത്തു തന്നെ ലോകമാകുന്ന കാലമാകുന്ന വസ്ത്രത്തിന് കീറൽ തുടങ്ങിയിരുന്നു. ഞാൻ വന്ന അന്ന് തന്നെ കാലമാകുന്ന വസ്ത്രം കീറി തുടങ്ങിയിരുന്നു. കാലമാകുന്ന വസ്ത്രം ഒരു നൂൽ ബന്ധത്തിലായിരുന്നു നിലനിന്നിരുന്നത്. ആ നൂല് കാലമാകുന്ന വസ്ത്രത്തിന്റെ ആ നൂല് കൂടി പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കുകയായി, ഈ പ്രപഞ്ചം തകരുകയായി, ലോകം മറ്റൊരു രൂപത്തിൽ അല്ലാഹു ഉടച്ചു വാർക്കുകയായി. ഈ ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരാൻ ധാരാളം ഉദാഹരണങ്ങൾ, ധാരാളം അടയാളങ്ങൾ ഹദീസിൽ ഇനിയും ബാക്കിയുണ്ട്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരുപാട് അടയാളങ്ങൾ. ലാ തഖൂമുസ്സാഅ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യനാൾ വരികയില്ല. ഹത്താ തതഖാറബൽ അസ്വാഖ്, അങ്ങാടികൾ, പട്ടണങ്ങൾ, മാർക്കറ്റുകൾ അടുത്തടുത്ത് വരാതെ, പട്ടണങ്ങൾ ആളുകൾ താമസിക്കുന്ന വീടുകളുടെ അരികിലേക്ക് വരാതെ ഖിയാമത്ത് നാളുണ്ടാകൂല. എന്ന് വെച്ചാൽ ഏത് ഓണങ്കേറാമൂലയിലാണെങ്കിലും കുഗ്രാമത്തിലാണെങ്കിലും പട്ടണത്തിൽ കിട്ടുന്ന വസ്തുക്കളെല്ലാം അവിടങ്ങളിൽ കിട്ടാൻ തുടങ്ങുന്ന കാലം, അല്ലെങ്കിൽ മാർക്കറ്റുകൾ അടുത്തടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്തിന് ഒരു മാർക്കറ്റേ ഉള്ളൂ. വാഷിംഗ്ടണിലും ഫ്രാൻക്ഫർട്ടിലും ലണ്ടനിലും വില കുറഞ്ഞാൽ ഈ കൊച്ചു കേരളത്തിലും വില കുറയുകയാണ് അല്ലെ? ഇന്റർനെറ്റിന്റെ കടന്നുവരവോടെ ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി മാറി. ഉരുണ്ട ഭൂമി മനുഷ്യന്റെ കരങ്ങളിൽ ഒതുങ്ങി. ലോകത്തിന് ഒരു മാർക്കറ്റാണ് ഉള്ളത്. ലാ തഖൂമുസ്സാഅ ഹത്താ തതഖാറബൽ അസ്വാഖ്, മാർക്കറ്റുകൾ അടുത്തടുത്ത് വരാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല. ഈ ഹദീസ് മുൻഗാമികൾ വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടാവും. എന്താണ് ഈ പറയുന്നത്? എന്താണ് ഇതിന്റെ ആശയം? ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഇത് അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിലെ ഒരു അടയാളമാകുന്നു. പിന്നെയും തുടരുന്നു ഹദീസ്. عن أنس بن مالك رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إن من أشراط الساعة كثرة موت الفجأة. ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ട ഒരു ലക്ഷണം കേൾക്കുക. കസറത്തു മൗത്തിൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കലാണ്. അപകടങ്ങളില്ലാതെ, രോഗങ്ങളില്ലാതെ, ബാഹ്യമായ കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ മനുഷ്യർ നിന്ന നിൽപ്പിൽ മരിച്ചു വീഴുന്ന അവസ്ഥ പണ്ട് കാലങ്ങളിൽ വളരെ കുറവായിരുന്നു. എന്നാൽ വർത്തമാനകാലത്ത് ഇത്തരത്തിലുള്ള മരണങ്ങൾ വളരെ കൂടുതലാണ്. കസ്റത്തു മൗത്തിൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണം വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഇത് ലോകം അവസാനിക്കുന്നതിന്റെ അടയാളമാണ്. ഇന്നത്തെ ചരമകോളങ്ങളിൽ പത്രങ്ങളിലെ വാർത്തയിൽ കുഴഞ്ഞു വീണു മരിച്ചു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമില്ലാതെയായി. ഇന്നത്തെ പത്രത്തിൽ ഞാൻ കണ്ടു, ഒരു അമ്പലത്തിലെ ഒരു പൂജാരിയോ മേൽശാന്തിയോ പൂജ നടത്തിക്കൊണ്ടിരിക്കെ കുഴഞ്ഞു വീണു മരിച്ചു. അപ്പൊ ചെറിയൊരു തലവേദനയോ പനിയോ ക്ഷീണോ ഉണ്ടെങ്കിൽ അങ്ങേരാ പണിക്ക് വരൂലല്ലോ, ഒരു കുഴപ്പമില്ല. 2 ദിവസം മുമ്പ് ഞാൻ അറിയുന്ന എൻ്റെ ഒരു പരിചയക്കാരനായ സഹോദരൻ, 45 വയസ്സുള്ള ഒരു മധ്യവയസ്കൻ, ഗൾഫിൽ നിന്ന് ലീവിന് നാട്ടിൽ വന്നതാണ്. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ്, രാവിലത്തെ ചായ കുടി കഴിഞ്ഞ് തൂമ്പയെടുത്ത് വീടിന്റെ പരിസരം വൃത്തിയാക്കി തെങ്ങുകൾക്ക് തടം തുറന്നു. പണിയെടുത്തു, തൂമ്പെടുത്ത് ഉച്ചവരെ പണിയെടുത്തു. വാങ്ക് വിളിച്ചപ്പോൾ മതിയാക്കിയിട്ട് കുളിയും നമസ്കാരവും ഭക്ഷണവും കഴിഞ്ഞിട്ട് പട്ടണത്തിലേക്ക് ഇറങ്ങിയ ആരോഗ്യവാനായ ആ മനുഷ്യൻ പട്ടണത്തിൽ ഒരു സുഹൃത്തിനെ കാത്തിരിക്കെ പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിച്ചു. ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ട് 10 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. 3 പെൺമക്കൾ മാത്രമുള്ള ഒരു കുടുംബനാഥനെ അള്ളാഹു കൊണ്ടുപോയി. ആർക്കറിയാം? അയാൾക്കറിയോ?
അദ്ദേഹത്തിന്റെ കുടുംബത്തിനറിയോ ഈ ആകസ്മികമായ വേർപാടിന്റെ സമയം അറിയോ? എത്രയെത്ര ആളുകളാണ് ഇതുപോലെ പെട്ടെന്ന് മരിച്ചു പോകുന്നത്. ഇത് മിൻ അശ്റാത്തിസ്സാ, അന്ത്യനാളിന്റെ അടയാളങ്ങളിലെ ഒരു അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാരണമില്ല, രോഗമില്ല, പെട്ടെന്ന് മരിച്ചു പോകുക ആളുകൾ. ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോഴും അന്ത്യദിനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകി. ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇത് വ്യക്തമായി കാണാം. നിങ്ങൾ കേട്ട ഹദീസായിരിക്കും. അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ذات يوم إذ طلع علينا رجل شديد بياض الثياب شديد سواد الشعر لا يرى عليه أثر السفر ولا يعرفه منا أحد. തൂവള്ള വസ്ത്രധാരിയായ തികച്ചും അപരിചിതനായ ഒരു വ്യക്തി ഞങ്ങൾ നബിയുടെ മുന്നിലിരിക്കെ അങ്ങോട്ട് കടന്നു വന്നു. കറുപ്പ് നിറമുള്ള മുടി, തൂവെള്ള വസ്ത്രമണിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കാർക്കും അറിയാത്ത ഒരു അപരിചിതനായ വ്യക്തി വന്നിട്ട് ഫഖാല അഖ്ബിർനി യാ മുഹമ്മദ് അനിൽ ഇസ്ലാം, മുഹമ്മദേ ഇസ്ലാം മതത്തെക്കുറിച്ച് പറഞ്ഞു തരൂ. ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ചോദിക്കുന്നു. നബി തങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. ഉത്തരം കേൾക്കുമ്പോൾ ചോദ്യകർത്താവായ ആള് ശരിവെക്കുന്നു, അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് അത്ഭുതം, അറിയാതെ ചോദിച്ചു പഠിക്കാൻ വന്ന ആളല്ല ഇത്. കാരണം ഉത്തരം പറയുമ്പോൾ താങ്കൾ പറഞ്ഞ ഉത്തരം കറക്റ്റായിരിക്കുന്നു എന്ന മറുപടിയാണ് ആഗതൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാണെന്ന് മനസ്സിലായില്ല. ചോദ്യങ്ങൾ തുടർന്നു. കൂട്ടത്തിലെ ഒരു ചോദ്യം, ഫഅഖ്ബിർനി അനിസ്സാ, മുഹമ്മദേ ലോകാവസാനത്തിന്റെ ഡേറ്റ് പറഞ്ഞു തരൂ. فقال رسول الله صلى الله عليه وسلم ما المسؤول عنها بأعلم من السائل. ചോദിക്കപ്പെടുന്ന ഞാനല്ല, ചോദിക്കുന്ന നിങ്ങളെക്കാൾ ഈ വിഷയത്തിൽ അറിവുള്ളവരല്ല. ചോദിക്കുന്ന താങ്കളെക്കാൾ ചോദിക്കപ്പെട്ട ഞാൻ വിവരം കൂടിയവനല്ല, അതുകൊണ്ടത് അറിയാത്ത കാര്യമാണ്. فقال فأخبرني عن أماراتها, എങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ പറയൂ മുഹമ്മദ്. ആഗതൻ ആരായിരുന്നു? അത് ജിബ്രീൽ അലൈഹിസ്സലാം. അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, ഈ ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കുന്നതിന്റെ ശാസ്ത്രീയമായ രീതി അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. നേർക്ക് നേരെ വന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണോ അന്ത്യദിനം, അതിന്റെ ഡേറ്റ് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് കേൾക്കണോ അന്ത്യദിനത്തിന്റെ അടയാളം, എന്നാ കേട്ടോ പറഞ്ഞു. അങ്ങനെയല്ല. ഒരു അപരിചിതൻ കയറി വരുന്ന ഒരു സുപ്രഭാതത്തിൽ എന്നിട്ട് ചോദിക്കുന്നു, മറ്റേയാൾ മറുപടി പറയുന്നു. കേട്ടിരിക്കുന്നവരുടെ മനസ്സിലേക്ക് അത് നന്നായി ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു ശാസ്ത്രീയമായ പാഠ്യ പദ്ധതി അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു രീതിയാണത്. ചോദിച്ചു അന്നമാറാത്തിഹ, അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ പറയൂ. എങ്കിൽ ഡേറ്റ് പറയാൻ പറ്റില്ലെങ്കിൽ فقال أنت لدلمت ربتها وأن ترى الحفاة العراة العالة رعاء الشاء يتطاولون في البنيان. അടയാളങ്ങൾ പറഞ്ഞിടത്ത് അൻതലിദല്ലമത്തു റബ്ബതഹ, അടിമപ്പെണ്ണ് പ്രസവിക്കുക ആ പെണ്ണിന്റെ യജമാനനെ. ഇത് മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുന്ന മക്കൾ വർദ്ധിക്കുമെന്ന ആശയം ഇതിലുണ്ടെന്ന് മുഹദ്ദിസുകൾ പറയുന്നു. അത് മാത്രല്ല, ഇതിന്റെ നേർക്ക് നേരെ അർത്ഥം ഇൻഖിലാബുൽ ഉമൂർ, കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞു വരിക. വിഡ്ഢികൾ സമൂഹത്തിന്റെ നേതാക്കന്മാരാവുക, ഉലമാ തഴയപ്പെടുക, ഉലമാഇന് സ്ഥാനമില്ലാതാവുക, കൊച്ചുകുട്ടികൾ കാര്യങ്ങൾ ഏറ്റെടുക്കുക, കാരണവന്മാർ അവഗണിക്കപ്പെടുക. ഇങ്ങനെ ഇളം തലയിൽ കാതൽ വരിക എന്ന് നാം നാട്ടുനടപ്പിൽ പറയുന്ന ഒരു ഭാഷ ഉണ്ടല്ലോ. ഇതുപോലെ ഇൻഖിലാബുൽ ഉമൂർ, കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞു വരിക. ഇതാണ് ആ പറഞ്ഞതിന്റെ ആശയം. ഇടയന്മാരായ, നന്നേ ദരിദ്രന്മാരായ,
ചെരിപ്പണിയാൻ വകയില്ലാതെ നഗ്നപാതരായി നടന്നിരുന്ന പട്ടിണിപ്പാവങ്ങൾ യതതാവലൂന ഫിൽ ബുന്യാൻ, വലിയ വലിയ അമ്പരച്ചുംബികൾ പണിതിട്ട്, കൊട്ടാരങ്ങൾ പണിതിട്ട് കിടമത്സരം കാണിച്ച് അഹങ്കരിക്കുക. ഇതിന്ന് കാണുന്നുണ്ട് അല്ലേ? കിടക്കാൻ കൂരല്ലാത്ത ആളുകളൊക്കെ പുത്തൻ പണക്കാരെന്ന പേരിൽ വലിയ വലിയ കെട്ടിടം, താമസിക്കാൻ സൗകര്യമുള്ള വീടുണ്ടാക്കുന്നതല്ല ഈ പറയുന്നത്. വീട് താമസിക്കാൻ സൗകര്യമുള്ള വിശാലമായ വീട് വേണം. ഒരു മനുഷ്യന്റെ ഐഹിക ജീവിതത്തിന്റെ വിജയം അവിടെയാണല്ലോ, 3 കാര്യത്തിലാണല്ലോ. വീട്, ഭാര്യ, വാഹനം, ഈ 3 ഘടകങ്ങളാണ് ഈ ലോക ജീവിതത്തിൽ നന്നായി കിട്ടേണ്ടത്. അതുകൊണ്ട് സൗകര്യമുള്ള, വ്യാസമുള്ള, വ്യാപ്തിയുള്ള വീട് തെറ്റല്ല. അങ്ങനെ വീടുണ്ടാക്കുന്നതല്ല അന്ത്യദിനത്തിന്റെ ലക്ഷണം. യതതാവലൂന ഫിൽ ബുന്യാൻ, അത്തതാവലു ഫിൽ ബുന്യാൻ എന്താണത്? മത്സരിക്കുക. എന്റെ സൗകര്യവും വീടിന്റെ സൗകര്യമല്ല ഇപ്പൊ ഞാൻ നോക്കുന്നത്, അവനുണ്ടാക്കിയ, എൻ്റെ കൂട്ടുകാരൻ ഉണ്ടാക്കിയ വീട്, അതിനേക്കാൾ മികച്ചതാകണം എൻ്റെ വീട്. ഈ ഒരു മത്സര ബുദ്ധിയോടെ ഒന്നിനും വകയില്ലാത്തവർ വലിയ വലിയ കെട്ടിടങ്ങൾ പണിതുയർത്തൽ അന്ത്യദിനത്തിന്റെ അടയാളമാകുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അത് ശരിവെച്ചു പറഞ്ഞു, സദഖ്ത യാ മുഹമ്മദ്, താങ്കൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്, കറക്റ്റാണ്, സത്യമാകുന്നു. ഒരുപാട് അടയാളം. അതുപോലെ തന്നെ മറ്റൊരു അടയാളമാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇഖ്തിറാബിസ്സാഅ, അന്ത്യദിനം അയലത്തെത്തിയിരിക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമാണ്, ലക്ഷണമാണ് ഇന്ദിഫാഹുൽ അഹില്ല, ചന്ദ്രക്കല വലുതായി കാണുക. ചന്ദ്രക്കല വലുതായി കാണുക എന്ന് വെച്ചാൽ അറബി മാസത്തിൽ ചന്ദ്രമാസത്തിന്റെ 1-ാം തീയതി നോക്കുമ്പോ അന്നത്തെ ഉദയചന്ദ്രനെ നോക്കുമ്പോ 2-3 ഡേറ്റിന്റെ വലിപ്പം. ഇന്ന് ചിലരൊക്കെ പറയലുണ്ടല്ലോ, ഉസ്താദ് മാസം കണ്ടോ? കണ്ടില്ലേ? എന്നാലേ നമ്മളിപ്പോ കണക്കൂട്ടി ഇന്ന് 2 കണ്ട 4ന്റെ വലിപ്പമുണ്ട്. നമുക്ക് കണക്ക് തെറ്റിയിട്ടുണ്ടാകും. കാരണം ഇന്ന് കണ്ടു നോക്കുമ്പോ 4ന്റെയോ 5ന്റെയോ വലിപ്പമുണ്ട്. അതുകൊണ്ട് ഇന്ന് 2 വഴിയില്ല, കണക്ക് തെറ്റിയതല്ല. ഇതൊക്കെ ലോകാവസാനം അടുക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കും. ഇന്ദിഫാഹുൽ അഹില്ല, ചന്ദ്രക്കല വലുതായി കാണാൻ തുടങ്ങും. ഇതൊക്കെ അശ്റാത്തു സായിൽ മഹത്തുക്കളായ മുഹദ്ദിസുകൾ വ്യക്തമായി എണ്ണിയ ഭാഗത്ത് കാണാം. ഇനി അന്ത്യദിനത്തിന്റെ തൊട്ടയലത്ത് വരുന്ന 10 അടയാളങ്ങൾ മുസന്നഫ് അബ്ദുർ റസാഖിലും അതുപോലെ മുസന്നഫുകളിലും സുനനുകളിലും ഒക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നു. ലോകാവസാനത്തിന്റെ ചാരത്ത് തൊട്ടടുത്ത് വരുന്ന 10 അടയാളങ്ങൾ അത് കണ്ടിട്ടില്ല. അതും കൂടി കാണാൻ ബാക്കിയുള്ളൂ. ചെറിയ ചെറിയ കൊച്ചു കൊച്ചു അടയാളങ്ങൾ ഓരോന്നായി പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ അടയാളങ്ങൾ 10 അടയാളങ്ങൾ എണ്ണി പറഞ്ഞ അതും കൂടെ ഇനി കാണാനുള്ളൂ. അശ്റു ആയാത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, അശ്റു ആയാത്തിൻ ബൈന യദൈസ്സാ, അന്ത്യദിനത്തിന്റെ തലേനാൾ, ഖിയാമത്ത് നാളിന്റെ തലേ ദിവസം കാണാനിരിക്കുന്ന എന്ന് വെച്ചാൽ തൊട്ടു മുന്നിൽ കാണാനുള്ള 10 ദൃഷ്ടാന്തങ്ങൾ, 10 അടയാളങ്ങൾ. ഖസ്ഫും ബിൽ മശ്രിഖി വഖസ്ഫും ബിൽ മഗ്രിബി വഖസ്ഫും ബിഹിജാസിൽ അറബ് ഖുറൂജുദ് ദജ്ജാൽ നുസൂലു ഈസാ അലൈഹിസ്സലാം ദാബത്തുൽ അർള് അദ്ദുഖാൻ ഖുറൂജു യഅജൂജ വമഅജൂജ റീഹുൻ ത്വയ്യിബത്തുൻ ബാരിദത്തുൻ യുർസിലുഹ അല്ലാഹു തആല തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ. 10 അടയാളങ്ങൾ, വലിയ അടയാളങ്ങൾ, തൊട്ടടുത്ത് സംഭവിക്കാനിരിക്കുന്ന അടയാളങ്ങൾ 10 ഖസ്ഫും ബിൽ മശ്രിഖ് വഖസ്ഫും ബിൽ മഗ്രിബ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിലും കിഴക്കൻ രാജ്യങ്ങളിലും ശക്തമായ ഭൂമികുലുക്കങ്ങളും ദുരന്തങ്ങളും ഉണ്ടായിട്ട്
ആ പ്രദേശങ്ങളുടെ ഷേപ്പ് അള്ളാഹു മാറ്റിക്കളഞ്ഞിട്ട് ആ പ്രദേശങ്ങളുടെ ബാഹ്യഭാഗത്തെ അന്തർഭാഗമാക്കി അള്ളാഹു മാറ്റും. ആഴ്ത്തൽ, ഭൂമിയിൽ ആഴ്ത്തും, വീടുകൾ ആഴ്ത്തും, മനുഷ്യരെ ആഴ്ത്തും. ഇപ്പൊ തന്നെ ചുഴലിക്കാറ്റും ഭൂകമ്പൊക്കെയുള്ള ചില പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ വീടുകൾ കാണാനില്ല, അവിടെ ഒന്നും കാണാനില്ല. ഭൂമി തന്നെ മാറി, ആ രാജ്യം തന്നെ, നാട് തന്നെ, പട്ടണം തന്നെ മാറിയതുപോലെ എല്ലാം കീഴ്മേൽ മറിഞ്ഞു. അതാണ് ഖസ്ഫ്, ഖസ്ഫും ബിൽ മശ്രിഖി വഖസ്ഫും ബിൽ മഗ്രിബി. പടിഞ്ഞാറൻ പാശ്ചാത്യ വെസ്റ്റേൺ രാജ്യങ്ങളിലും അതിനപ്പുറമുള്ള രാജ്യങ്ങളിലും വഖസ്ഫും ബിഹിജാസിൽ അറബ്, അറേബ്യൻ ഭൂഖണ്ഡത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കാണുക. ആകെ ദുരന്തം. ഇപ്പൊ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ വരുന്നത്. തുടർക്കഥയായി തിരമാലകൾ പോലെ മേൽക്കുമേലെയായിട്ട് ദുരന്തങ്ങൾ ഒന്നായിട്ട് വരിക. പിന്നെയാണ് ദജ്ജാലിന്റെ രംഗപ്രവേശനം. അത് ഹദീസുകളിൽ ഒരു പ്രധാന വിഷയമാണ്. ദജ്ജാലിനെ കുറിച്ച് പറയാൻ തന്നെ അധ്യായങ്ങൾ ഉപയോഗപ്പെടുത്തി ഹദീസുകൾ ഉദ്ധരിച്ചതായിട്ടു കാണാം. മാത്രല്ല, വിശ്വാസികളായ 5 വക്ത് നമസ്കരിക്കുന്ന ഞാനും നിങ്ങളും ഒരു ദിവസം ആ ഹംകിന്റെ പേര് 5 തവണ മിനിമം പറയുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അല്ലാഹു അഅലം, അവനിൽ നിന്ന് കാവൽ തേടിക്കൊണ്ടു പ്രാർത്ഥിക്കുന്നു. തെളിവുണ്ട്. ബുഖാരിയിൽ കാണാം, ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്തഈദു ഫീ സ്വലാത്തിഹി മിൻ ഫിത്നത്തി ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ തേടിക്കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ തെളിവനുസരിച്ചാണ് നമ്മൾ അത്തഹിയാത്തിന്റെ അവസാനം ഈ പ്രാർത്ഥന ഇന്നും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആവർത്തിച്ച് അല്ലാഹുവിനോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഗൗരവത്തോടുകൂടെയാണ് ദജ്ജാലിനെ കുറിച്ച് സംസാരിച്ചത്. സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല ഖാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നാസ്. ജനങ്ങൾക്കിടയിൽ ഒരു ദിവസം പ്രസംഗിക്കാൻ വേണ്ടി തിരുനബി എണീറ്റു നിന്നു. ഹംദും സ്വലാത്തും സലാമും ഒക്കെ നടത്തിയതിന്റെ പിറകെ ദജ്ജാൽ, അന്നത്തെ പ്രഭാഷണത്തിന്റെ സബ്ജക്ട് ദജ്ജാലായിരുന്നു. അപ്പൊ ഇന്ന് ഏതായാലും നമ്മളത് പറയണ്ടേ, ഇന്ന് ഏതായാലും നമ്മളത് കേൾക്കണ്ടേ, പഠിക്കണ്ടേ. ദജ്ജാൽ ഫഖാല ഇന്നി ലഉൻദിറുകുമൂഹു. പ്രിയ സഹോദരന്മാരെ, സഹാബത്തെ, വിശ്വാസികളെ, ഞാൻ അവനെ കുറിച്ച് നിങ്ങൾക്ക് താക്കീതു തരുന്നു, മുന്നറിയിപ്പ് തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുതുബ. ഇന്നി ലഉൻദിറുകുമൂഹു, അവനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്തുകൊണ്ട്? വമാ മിൻ നബിയിൻ ഇല്ലാ അൻദറ ഖൗമഹു ഫീ ഇല്ലാ അൻദറഹു ഖൗമഹു. എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല അവരുടെ സംബോധിതരായ ജനങ്ങളെ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ് ബോധവൽക്കരിച്ചിട്ടല്ലാതെ. എല്ലാ ഈസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം തുടങ്ങി ലോകത്ത് വന്ന എല്ലാ അംബിയാ മുർസലുകളും അവരുടെ ജനതയോട് ഇക്കാര്യം ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്തിനത് പറയുന്നത്? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ അവസാന കാലത്ത് വരുന്ന ഒരു ഭീകര ജന്തു, ആ സാധനത്തിന്റെ വിപത്തിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടിയുള്ള താക്കീതുകളും മുന്നറിയിപ്പുകളും എന്തിനാ മുൻ നബിമാര് നടത്തിയത്? ആവശ്യമുണ്ടോ? ഇതിപ്പോ അവസാന നാളിൽ വരുന്ന സാധനല്ലേ ദജ്ജാല്. എന്തിനാ മുമ്പ് കഴിഞ്ഞ നബിമാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചത്? വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവരണം കേട്ട് സ്വഹാബത്ത് പറയുന്നുണ്ട്, മദീന പള്ളിയിലും പുറത്തുമായി ദജ്ജാലിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോ ഞങ്ങൾക്ക് തോന്നി, ഈ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ അവിടെ തന്നെ ആ സാധനം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നാൻ തുടങ്ങി. ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് വിവരണം. ഇതിപ്പോ 1400ഓളം വർഷമായില്ലേ, എന്നിട്ട് എവിടെ ഈ സാധനം? പിന്നെന്താ ഈ പ്രാർത്ഥന? നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ വിശ്വാസികളൊക്കെ വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ ദുആ ചെയ്തില്ലേ? ദജ്ജാൽ അവരെ പിഴപ്പിക്കാൻ വന്നിട്ടുണ്ടോ? നിരർത്ഥകമായ അർത്ഥമില്ലാത്തൊരു ദുആ അല്ലാഹു റസൂലും നമ്മളോട് കൽപ്പിക്കൂ? പിന്നെന്താണ് അതിന്റെ ആശയം? ദജ്ജാലിന്റെ രംഗപ്രവേശനം, അവൻ പച്ചയായി പുറത്തു വരുന്നത് ആഖിർ സമാനിലാണെങ്കിലും അവന്റെ അനുയായികളും അവന്റെ ഭാഗത്ത് നിന്നുള്ള ഉപദ്രവങ്ങളും ലോകത്ത് പണ്ട് തന്നെ ഇന്നും എന്നും ഉണ്ട്. ഇതാണ് തഹ്ഖീഖ്.
ഇതാണ് യഥാർത്ഥത്തിലുള്ള ഹദീസ് ഉദ്ധരിച്ച ഇമാമിങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ആശയം. ദജ്ജാല് പുറത്തു ചാടുന്നത് അവസാനമാണെങ്കിലും അവന്റെ ചില അനുയായികൾ മുമ്പേണ്ട്. ദജ്ജാലൂന കദ്ദാബൂന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചെടുത്ത് കാണാം. പരിശുദ്ധ ദീനിൽ നിന്ന് അകറ്റുന്ന പിശാചിനൊപ്പം വേറെ ചില വിശ്വാസികളെപ്പോലെ വേഷം കെട്ടിയ ചില വർഗം, ഖുർആൻ പറയുന്ന ചില വർഗം, ഹദീസ് ഉദ്ധരിക്കുന്ന ചില വർഗം, ദജ്ജാലൂന കദ്ദാബൂന കള്ളന്മാരായ ദജ്ജാലിന്റെ മക്കൾ. അപ്പൊ ദജ്ജാലിന്റെ ഫിത്ന, മസീഹുദ് ദജ്ജാലിന്റെ നാശം, അവന്റെ ഉപദ്രവം അന്നുണ്ട്, ഇന്നുണ്ട്, ഇനിയുള്ള കാലങ്ങളിലുമെല്ലാം ഉണ്ടാകും എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് മുൻകഴിഞ്ഞ നബിമാരൊക്കെ തന്നെ അവനെക്കുറിച്ച് അവരുടെ ജനതയോട് താക്കീത് ചെയ്തത്, മുന്നറിയിപ്പ് നടത്തിയത്. അവന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഷർറ് അവന്റെ അനുയായികളിലൂടെ അവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. നേതാവ് അവസാനാണ് എല്ലാ ശക്തിയും ഉപയോഗിച്ച് പുറത്തു ചാടുക. എവിടെ അവൻ പുറത്തു ചാടുക, എവിടെ അവൻ പ്രത്യക്ഷപ്പെടുക, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. قال رسول الله صلى الله عليه وسلم إن الدجال يخرج بين الشام والعراق. ഇറാഖിന്റെയും ഫലസ്തീനിന്റെയും ഇടയിലാണ് അവൻ മുളച്ചു പൊങ്ങുക. അതെവിടെ? തുർക്കിയാണ് അവിടെ കിടക്കുന്നത്. ഫലസ്തീൻ പുരാതന ഷാമിന്റെ ഇന്നത്തെ പേര് ഫലസ്തീൻ, ഇസ്രായേലൊക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. ഫലസ്തീനിന്റെയും അതേ ഷാമിന്റെയും ഇറാഖിന്റെയും ഇടയിലാണ് ദജ്ജാല് രംഗപ്രവേശനം നടത്തുക, പ്രത്യക്ഷപ്പെടുക. തുർക്കിയുടെ ഭാഗത്ത് ജൂതന്മാരുടെ നേതാവായിട്ടാണ് അവൻ കടന്നു വരിക. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, യത്ബഉ ദജ്ജാല മിൻ യഹൂദിൻ 70,000 ജൂത നേതാക്കന്മാർ ദജ്ജാലിന്റെ അനുയായികളായി മാറും. 70,000 ജൂതന്മാർക്ക് നേതാവായിട്ട് അവൻ ലോകത്ത് വിലസും. അവനെക്കുറിച്ച് എത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇതെന്താ? ഖിയാമത്തു സുഹറയുണ്ട്, ഖിയാമത്തുൽ കുബ്റയുണ്ട്. എല്ലാ ആളുകൾക്കും ഖിയാമത്ത് നാളിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അന്നുള്ള ജനങ്ങൾ, സഹാബത്തൊക്കെ ഖിയാമത്ത് നാളിനെ കുറിച്ച് കേട്ടിട്ട് കരഞ്ഞിട്ടുണ്ട്. നമുക്കെന്താ ഇപ്പൊ കരച്ചിൽ വരാത്തത്? ഇന്നും നാളില്ല എന്ന് ഉറപ്പായിട്ട് തന്നെ. അതുകൊണ്ടാണ് പേടി വരാത്തത്. സഹാബത്ത് അന്നെന്തേ കരഞ്ഞത്? കാരണം ഖിയാമത്തു സുഹറ എന്ന ഒരു സംഭവമുണ്ട്. അത് ഓരോരുത്തരും അനുഭവിക്കാനുള്ളതാണ്. അവിടെ ഊത്തുണ്ട്, കോളുണ്ട്, ദുരന്തമുണ്ട്, എല്ലാം അവിടെ തന്നെ അനുഭവിക്കാനാകും. എന്താണ് ഖിയാമത്തു സുഗ്റ? മൻ മാത ഖാമത്ത് ഖിയാമത്തുഹു. ഒരാൾ മരിക്കുമ്പോൾ അത് തന്നെയാണ് അവന്റെ ഖിയാമത്ത് നാള്. ഞാൻ മരിക്കുമ്പോൾ എന്റെ ഖിയാമത്ത് നാൾ അതാണ്. അതുകൊണ്ട് വലിയ ഖിയാമത്ത് നാളിന്റെ ലോകാവസാനത്തിന്റെ പ്രതീതി അനുഭവിക്കേണ്ടി വരും. കാരണം ഇത് ആലം അക്ബറാണ്. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അടക്കമുള്ള ജ്ഞാനികൾ, ഔലിയാക്കൾ പറഞ്ഞതെന്താ? അൽ ഇൻസാനു ആലമുൻ അക്ബർ. ഇൻസാൻ ആലം അക്ബറാണ്. ഇത് ചെറിയ ലോക. ഇത് ഈ കാണുന്ന ആകാശം ചെറുതാണ്, പ്രവിശാലമായ ഭൂമി ചെറുതാണ്, കിടക്കുന്ന സമുദ്രം ചെറുതാണ്, മുന്നിൽ കാണുന്ന അറ്റം കാണാത്ത, കര കാണാത്ത കടൽ ചെറുതാണ്. എന്തേ കാരണം? അതൊന്നിനും അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ പറ്റൂല. അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അല്ലെങ്കിൽ അവന്റെ അവാമിറുകൾ, അല്ലെങ്കിൽ അവന്റെ തക്ലീഫുകൾ പേറാനുള്ള, താങ്ങാനുള്ള കരുത്ത് അവകൾക്കൊന്നും ഇല്ലേ ഇല്ല. ലം യസഅനി അർളി വലാ സമാഇ. ഞാൻ പടച്ച ആകാശവും ഞാൻ പരത്തി പടച്ച ഭൂമിയും ഉരുട്ടി പടച്ച ഭൂമിയും എന്നെ ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ല. ഖുദ്സിയായ ഹദീസ്. എന്നെ ഉൾക്കൊള്ളാൻ ഞാൻ ഈ പടച്ച ആകാശത്തിനാവൂല, ഭൂമിക്കാകൂല, സമുദ്രത്തിനാകും. വലാകിൻ വസിഅനി ഖൽബു അബ്ദിയൽ മുഅ്മിൻ. എൻ്റെ ഇഷ്ടദാസനായ മുഅ്മിനിന്റെ ഖൽബ്, ആ ഖൽബിൽ എനിക്ക് പര്യാപ്തമായ വിശാലമായ ഇരിപ്പിടമുണ്ട്, സൗകര്യമുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ അർത്ഥം വെക്കരുത് കേട്ടോ, അങ്ങനെ അർത്ഥം വെക്കരുത്. അല്ല എൻ്റെ ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ അവിടെ ചെയറാണ്. ഇതൊക്കെ ആലങ്കാരിക പ്രയോഗങ്ങളാണ്, അല്ലെങ്കിൽ മുത്തശാബിഹ് എന്ന് തന്നെ പറയാം. ഇതൊക്കെ തഅ്വീലിന് ആവശ്യമുള്ള പ്രയോഗങ്ങളാണ് ഇതൊക്കെ. എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഈ ഖുർആന്റെ വചനങ്ങൾ, തക്ലീഫാത്തുകൾ, വലിയ വലിയ കൂറ്റൻ പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളോട് വഹിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോ ഫഅബൈന അൻ യഹ്മിൽനഹ,
വഅഷ്ഫഖന മിൻഹ, പർവ്വതങ്ങൾക്ക് പറ്റൂലായിരുന്നു. പർവ്വതങ്ങൾക്ക് എന്ത് കരുത്തുണ്ട്? പർവ്വതങ്ങൾക്ക് പേറാനാകാത്തത് മനുഷ്യൻ ഏറ്റെടുത്തിരിക്കുന്നു, മനുഷ്യൻ വഹിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. വലിയ പർവ്വതത്തിന് ചുമക്കാൻ പറ്റാത്തത് മനുഷ്യൻ, ഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ പേറിയിട്ടുണ്ട്. എവിടേത്? പർവ്വതത്തിന് ചുമക്കാൻ പറ്റാത്തത് നമ്മൾ പേറി നിൽക്കുന്നുണ്ട്. എവിടേത്? ഇവിടെയാണ് മനുഷ്യന്റെ പ്രാധാന്യം. ഈ ആലം, വലിയ ആലം, ഈ ആകാശത്തിന് സാധിക്കാത്തത്, ഈ ഭൂമിക്ക് പറ്റാത്തത്, ഈ സമുദ്രത്തിന് പറ്റാത്ത ശക്തി, ഈ ആലം, മനുഷ്യനാകുന്ന ആലം അക്ബറിന്, മഹാപ്രപഞ്ചത്തിനുണ്ട്. ഉപനിഷത്തുകളിലും വേദാന്തങ്ങളിലും ഒക്കെ പറയുന്നുണ്ട് മനുഷ്യനിൽ കുടികൊള്ളുന്ന ഒരു ലോകമുണ്ട്. ക്ഷുദ്രാകാശം എന്നാണ് ഉപനിഷത്തുകൾ അതിനെ വിളിച്ചത്. മനുഷ്യനിൽ നിലകൊള്ളുന്ന ഒരു അത്ഭുത ലോകമുണ്ട്, അതിന് ക്ഷുദ്രാകാശം എന്ന് പേര് പറയുന്നു. ഇതെല്ലാ വേദങ്ങളും പറഞ്ഞതാണ്. ഈ വലിയ പ്രപഞ്ചത്തിന്റെ നാശമല്ലേ പ്രിയപ്പെട്ട വിശ്വാസികളെ മരണസമയത്ത് നടക്കുന്നത്? അതുകൊണ്ട് തന്നെ ഖിയാമത്തു സുഗ്റ, ഒരു മിനി ഖിയാമത്ത് നാള്, അതിന്റെ ചെറിയ ഒരു പകർപ്പ് ഓരോരുത്തരും മരണസമയത്ത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഖിയാമത്ത് നാൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്നാകെയുള്ള നാശവും ദുരന്തവും മൊത്തത്തിൽ ലോകത്ത് പിറകെ വരാനുണ്ടെങ്കിലും അതിന്റെ എല്ലാം ഒരു ചെറിയ ഭാഗം ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. അതാണ് ദജ്ജാലിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിടത്ത് ഓരോ വിശ്വാസികൾക്കും ദജ്ജാലിന്റെ ഫിത്ന അനുഭവപ്പെടും. അതുകൊണ്ട് അവനിൽ നിന്ന് കാത്ത് രക്ഷപ്പെടാൻ വേണ്ടി, അവനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചതിന്റെ പൊരുൾ അതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് കൂടെ കേട്ടോളൂ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്? യഖ്റുജു ദജ്ജാലു ഫീ ഉമ്മത്തി, എന്റെ സമുദായത്തിലാണ് ദജ്ജാൽ പുറപ്പെടുക. ഫയംകുസു 40 ആണ് അവന്റെ താമസ കാലാവധി. ഫയംകുസു 40 അവൻ താമസിക്കും. എന്ത് 40? വഫീ റിവായത്തിൻ ഉഖറ, വേറെ ഹദീസുകളിൽ കാണാം 40 യൗമാ, 40 ദിവസമാണ് ദജ്ജാലിന്റെ ഭൂമിയിലുള്ള ആയുസ്. അവൻ ഇറങ്ങിയതിനു ശേഷം അവൻ ഭൂമിയിലൂടെ കറങ്ങി നടക്കുന്നത് 40 ദിവസമാണ്. സാധാരണ 40 ദിവസമല്ല. യൗമുൻ കസനത്തിൻ വയൗമുൻ കശഹരിൻ വയൗമുൻ കജുമഅത്തിൻ വസായിറു അയ്യാമിഹി കഅയ്യാമിക്കും. 40 ദിവസം എങ്ങനത്തെ 40 ദിവസം? യൗമുൻ കസനത്തിൻ, ഒരു ദിവസം. അതിന്റെ ആദ്യ അവൻ കടന്നു വന്ന ആ ദുരന്തപൂർണമായ 1-ാം ദിനം, അത് കസനത്തിൻ, ഒരു വർഷത്തിന്റെ ദൈർഘ്യമുള്ളതുപോലെ തോന്നും. വയൗമുൻ കശഹരിൻ, അടുത്ത ദിനം അതിനൊരു മാസത്തിന്റെ ദൈർഘ്യമുള്ളതുപോലെ തോന്നും. വയൗമുൻ കജുമഅത്തിൻ, തുടർന്നുള്ള ദിനം അതിനൊരു ആഴ്ചയുടെ ദൈർഘ്യം തോന്നും. വസായിറു അയ്യാമിഹി കഅയ്യാമിക്കും, പിന്നെയുള്ള ബാക്കിയുള്ള ദിവസങ്ങൾ കഅയ്യാമിക്കും, നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളെ പോലെ തന്നെ ആ ദിവസങ്ങളെ നിങ്ങൾ കണക്ക് കൂട്ടൂ, നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. എന്തൊക്കെ അത്ഭുതങ്ങളാണ് അവൻ കാണിക്കുക. ആകാശത്തോട് അവൻ പറയും മഴ ഇറക്കാൻ. ഫതുംതിറു, ആകാശം മഴ ഇറക്കും. സുബ്ഹാനല്ലാഹ്. വൽ അർള, ഭൂമിയോടവൻ ആജ്ഞാപിക്കും മുളച്ചു പൊങ്ങൂ, പല കായ്ക്കനികൾ ഉണ്ടാവൂ എന്ന് ഭൂമിയോട് പറയുമ്പോൾ ഫതുംബിതു, ഭൂമി പച്ചപ്പുള്ളതാകും, കമനീയമാകും, ഭൂമിയിൽ സസ്യലതാദികൾ മുളച്ചു പൊങ്ങും. ആകാശത്തോട് മഴ ഇറക്കാൻ പറയുമ്പോൾ ആകാശത്ത് നിന്ന് മഴ വരും. ഭൂമിയിൽ ഉണ്ടാകേണ്ടതൊക്കെ ഉണ്ടാകാൻ പറയുമ്പോൾ അതൊക്കെ ഉണ്ടാകും. ഇതിൽ പെട്ടുപോകൂലേ? ഇതിലൊക്കെ ബുദ്ധിയുള്ള മനുഷ്യന്മാര് വരെ വീണു പോകൂലേ? ഇന്നുണ്ടല്ലോ ഇങ്ങനത്തെ ജാതി ദജ്ജാലുകൾ, ഇല്ലേ? ക്ലോണിങ്ങളിലൂടെ ജീവജാലങ്ങളെയൊക്കെ പടച്ചോനെ ഇവൻ തന്നെയാണോ പടച്ചോന്? അല്ലെങ്കിൽ പടച്ചോന്റെ ചെറിയൊരു കഴിവ് ഇവനേറ്റ കിട്ടിപ്പോയോ? ദജ്ജാൽ ഉണ്ടോ? ഇതിനൊക്കെ ഉദാഹരണം ഇതൊക്കെ വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലോണിങ് കണ്ടു നമുക്ക് ബേജാറാകണ്ട. കാരണം എന്താ?
മനുഷ്യർക്ക് ഇങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ഇത്തരം കഴിവുകൾ കൊടുക്കൽ മുഹാലല്ല, അസംഭവ്യമല്ല. എന്തുകൊണ്ട്? ദജ്ജാലിന് മഴ വർഷിപ്പിക്കാൻ പോലും കഴിവ് അള്ളാഹു കൊടുക്കുന്നതാകുന്നു. അതുകൊണ്ട് ദീനിന്റെ അള്ളാന്റെ ശത്രുക്കൾക്ക് അള്ളാഹ് ദുന്യാവിൽ അങ്ങനെ പല കഴിവും കൊടുക്കും. ഭൂമിയിൽ സസ്യലതാദികൾ അവന്റെ നിർദ്ദേശപ്രകാരം മുളച്ചു പൊങ്ങും. അങ്ങനെ അവൻ ഭൂമിയിലൂടെ അങ്ങനെ സഞ്ചരിക്കും. വഇന്ന മഅഹു മാഅൻ വനാറ, അവന്റെ കൂടെ വെള്ളവും തീയും ഉണ്ടാകും. അവന്റെ കൂടെ വെള്ളമുണ്ട്, അവന്റെ കൂടെ തീയുണ്ട്. ഫഅമ്മല്ലദീ യറാഹു നാസു മാഅൻ, ജനങ്ങൾ കണ്ണുകൊണ്ട് വെള്ളമായി കാണുന്ന വസ്തു നബി തങ്ങൾ വിവരിക്കുന്നു. ഫനാറുൻ തുഹരിഖു, കരിച്ചു കളയുന്ന അഗ്നിയാണത്. അവന്റെ കയ്യിൽ വെള്ളമായി ജനങ്ങൾക്ക് തോന്നുന്ന സാധനം ഫനാറുൻ തുഹരിഖു, എല്ലാം ഭസ്മമാക്കി നശിപ്പിക്കുന്ന നരകം അല്ലെങ്കിൽ തീയാണത്. അവന്റെ കൂടെ ജനങ്ങൾ കാണുന്ന അഗ്നി ഫമാഉൻ ബാരിദുൻ അദ്ബുൻ, നല്ല തെളിഞ്ഞ തണുപ്പുള്ള വെള്ളമാണത്. അവന്റെ കൂടെ കൂടിയവർക്ക് സമ്പൽ സമൃദ്ധിയുണ്ടാകും, താൽക്കാലിക സുഖസൗഖ്യമുണ്ടാകും. അവന്റെ വിരോധികളായി എതിർത്ത് നിന്നവർക്ക് താൽക്കാലികമായ ക്ലേശവും ബുദ്ധിമുട്ടും എല്ലാം നേരിടും. ഇങ്ങനെ ഇവൻ ഭൂമിയിലൂടെ കാറ്റ് നടക്കും പോലെ നടക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എല്ലാ നാട്ടിലും പെരുമ്പാവൂരും വരും അവൻ. ഇപ്പോ ദജ്ജാലിന്റെ അനുയായികൾ എല്ലാവരുടെ അടുത്തും വരും. ഷിയാബുദ്ദീന്റെ അടുത്ത് വരും, എല്ലാ മുഹമ്മദിന്റെ അടുത്തും വരും. ദജ്ജാലൂന കസാബൂന പറഞ്ഞ സാധനങ്ങൾ വരും. ഇതുപോലെ എല്ലാ നാട്ടിലും അവരുടെ നേതാവ് കറങ്ങും, എല്ലാ പ്രദേശത്തും എത്തും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം, ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതുഹു ദജ്ജാൽ ഇല്ലാ മക്കത വൽ മദീനത വലൈസ നഖബും മിൻ അൻഖാബിഹാ ഇല്ലാ അലൈഹിൽ മലായിക സാഫീന തഹരിസുഹുമാ വലൈസ മിൻ ബലദിൻ ഇല്ലാ സയതഉഹു ദജ്ജാൽ, ദജ്ജാലിന്റെ പാദസ്പർശനമേൽക്കാത്ത ഒരു പ്രദേശവും ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ദജ്ജാൽ ചവിട്ടാത്ത ഒരു നാടും ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഇല്ലാ മക്കത വൽ മദീന, മക്ക മദീന പുണ്യസ്ഥലങ്ങൾ ഒഴികെ. അവിടെ എന്താ അവൻ ചവിട്ടാൻ വരാത്തത്? അവിടെ എന്തുകൊണ്ട് അവൻ കടന്നു വരുന്നില്ല? അതിന് കാരണവും ആ ഹദീസിൽ പറയുന്നു. വലൈസ നഖബും മിൻ അൻഖാബിഹാ ഇല്ലാ അലൈഹിൽ മലായിക സാഫീന തഹറുസുഹുമാ. മക്ക മദീന അതിർത്തി പ്രദേശങ്ങളിൽ അങ്ങോട്ടുള്ള വഴികളിലെല്ലാം അൽ മലായികത്തു സാഫീന, അല്ലാഹു മലക്കുകളെ അണിനിരത്തിയിരിക്കുകയാണ്. തഹറുസുഹുമാ, ശക്തമായ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മലക്കുകൾ കാവൽ നിൽക്കുകയാണ്. ദജ്ജാലിനെ പരിശുദ്ധ മണ്ണിൽ ചവിട്ടാൻ അല്ലാഹുവിന്റെ മുഖറബുകളായ മലക്കുകൾ അനുവദിക്കുകയില്ല. അതുകൊണ്ട് അവിടെ അവൻ എത്തുകയില്ല. അല്ലാത്ത എല്ലാ ഭാഗത്തും അവൻ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഫബൈനമാഹു വകദാലിക, അങ്ങനെ 40 ദിവസമുള്ള ആകെ സമയമുള്ളത്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഇത് ബഅസല്ലാഹു തആല അൽ മസീഹ ഇബ്ന മറിയം അലൈഹിസ്സലാം, അപ്പോഴാണ് നമ്മുടെ ആൺകുട്ടിയുടെ കടന്നുവരവ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവ്, ആഗമനം അപ്പോഴാണ്. ദജ്ജാല് ഭൂമിയിലൂടെ പിഴപ്പിച്ച് അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുമ്പോ മഴയിറക്കി ഭൂമിയിൽ മുളപ്പിച്ച് അത്ഭുതങ്ങൾ കാണിച്ച് ഇലാഹാണെന്ന് അവകാശപ്പെട്ട് മുന്നേറുമ്പോ ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാമിനെ ഇറക്കുക. ഫയൻസിലു ഇൻദൽ മിനാറത്തിൽ ബൈളാ ശർഖി ദിമിഷ്ക്. എവിടെ ഇറങ്ങുക? കിഴക്കൻ ഡമസ്കസിൽ വെള്ളി മിനാരത്തിന്റെ ഭാഗത്ത് ഇന്നുണ്ട്. കിഴക്കൻ ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്ത് ആ വെള്ളി മിനാരം ഇന്നുണ്ട്. ആ വെള്ള മിനാരത്തിനരികിൽ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും. എങ്ങനെ? വാളിഅൻ കഫൈഹി അലാ അജ്നിഹതി മലക്കൈൻ, 2 മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ട് ശരീരമാകെ, തലയും ശരീരവുമാകെ വിയർപ്പ് തുള്ളികൾ ഇറ്റി വീഴുന്നുണ്ട്. ജുമാനുൻ കല്ലുഇലുഇ, മുത്തുപോലെ ശരീരത്തിൽ നിന്ന്, തലയിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ ഇറ്റി വീഴുന്ന അവസ്ഥയിൽ ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതാകുന്നു. ഇറങ്ങി വന്നിട്ടോ
ഫയത്ലുബു ഈസ അലൈഹിസ്സലാം അദ്ദജ്ജാല, ദജ്ജാലിനെ അന്വേഷിക്കും ഈസ അലൈഹിസ്സലാം. ഹത്താ യുദിരികഹു ബി ബാബിലുദ്, ബാബുലുദ്ദിന്റെ ആ പ്രദേശത്ത് വെച്ച് കണ്ടുമുട്ടും ദജ്ജാലിനെ ഈസ അലൈഹിസ്സലാം. ബാബുലുദ് എവിടെ? ബൈത്തുൽ മുഖദ്ദസിന്റെ അരികിലുള്ള ഒരു ഗ്രാമമാണ്, പ്രാന്തപ്രദേശമാണ് ബാബുലുദ്. ഫലസ്തീനിലെ ഒരു ഭാഗം. അവിടെ വെച്ച് ദജ്ജാലിനെ കാണും. ഫയഖ്തുലുഹു, ദജ്ജാലിനെ ഈസ അലൈഹിസ്സലാം കൊല്ലും. സുമ്മ യംകുസു നാസു സബ്അ സിനീൻ, ദജ്ജാലിന്റെ കാലശേഷം, സമയശേഷം പിന്നെ ജനങ്ങൾ 7 വർഷം ഈസ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ അവിടത്തെ ഇമാറത്തിന് കീഴിൽ കഴിഞ്ഞുകൂടും. വലൈസ ബൈന സിനൈനി അദാവത്തുൻ, ആർക്കിടയിലും ശത്രുത ഉണ്ടാവുകയില്ല. ലോകത്ത് മുഴുവൻ സമാധാനം, ലോകത്തിനാകെ സൗഖ്യം, ലോകത്തിലാകെ സ്നേഹം തുളുമ്പുന്ന ജീവിതം. പുതിയ ശരീഅത്തുമായിട്ടല്ല ഈസ അലൈഹിസ്സലാം കടന്നു വരിക. ഈസ അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ ഇൻജീൽ കൊണ്ടല്ല ഈസ അലൈഹിസ്സലാം വിധിക്കുക. മുഹമ്മദ് നബിയുടെ അനുയായിയായി ഖുർആൻ കൊണ്ട് വിധിച്ച് ഈ ഭൂമിയിലേക്ക് ഈസ അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്ന യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും വിശ്വസിക്കണം. ഇവിടെ പലരും ഈസ അലൈഹിസ്സലാമിനെ കൊല്ലാൻ ശ്രമിക്കുന്നവരുണ്ട്. മുസ്ലിമീങ്ങളിലും ചില ഗ്രൂപ്പുണ്ട് ഈസ അലൈഹിസ്സലാമിനെ കൊല്ലാൻ മെനക്കെടുന്ന ആളുകൾ. കാരണം കൊന്നിട്ട് അവരാളുകൾക്ക് പലതും ആകാൻ വേണ്ടി. അങ്ങനെയുണ്ട്. നമ്മുടെ ഈ പെരുമ്പാവൂരിന്റെ തൊട്ടയലത്തെ പ്രദേശങ്ങളിൽ വരേണ്ട അങ്ങനത്തെ ഗ്രൂപ്പ്. പുതിയ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവർക്ക് ഈസ അലൈഹിസ്സലാമിനെ കൊല്ലണം, കൊന്നാലേ പറ്റുള്ളൂ അവർക്ക് പുതിയ ആളെ ആ സ്ഥാനത്ത് അവരോധിക്കാൻ. ഇങ്ങനെ വന്ന് ദജ്ജാലിന്റെ കഥ കഴിച്ച് പിന്നെയുള്ള 7 വർഷം സമാധാനത്തിൻ്റെതാണ്. ഇവിടെ ഒരു ചോദ്യം, 1,00,000-ൽ പരം നബിമാരുണ്ടായിട്ട് എന്തേ ഈസ അലൈഹിസ്സലാമിനെ തന്നെ ഇറക്കാൻ കാരണം? മുഹമ്മദ് നബിനെ തന്നെ ഒന്നുകൂടി ഇറക്കിക്കൂടായിരുന്നു, അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിനെ ഇറക്കിക്കൂടായിരുന്നു? ചിന്തിക്കാലോ. എന്തുകൊണ്ടാണ് ഈസാ അലൈഹി സ്വലാമിനെ തന്നെ ഇറക്കാൻ അള്ളാഹു തീരുമാനിച്ചത്? ബുഖാരിയുടെ ഹാഷിയയായ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ അതിന് പല കാരണവും പറയുന്നുണ്ട്. അൽ ഹിക്മത്തു ഫീഹി, ഈസാ അലൈഹിസ്സലാമിനെ ഇറക്കാനുള്ള ഹിക്മത്ത്, ഹക്കീമാണല്ലോ അല്ലാഹു, തത്വജ്ഞാനിയാണല്ലോ. അതിലുള്ള യുക്തി എന്താ? അർറദ്ദു അലൽ യഹൂദ് ഫീ സഅമിഹിം അന്നഹും ഖതലൂഹു, ജൂതന്മാരുടെ ജൽപ്പനം ഈസാ നബിയെ, യേശുവിനെ അവർ ക്രൂശിച്ചു കൊന്നു എന്നതാണ് അവരുടെ ജൽപ്പനം, അവകാശവാദം. അതുകൊണ്ട് അവരുടെ അവകാശവാദം ആഖിർ സമാനിലാണെങ്കിലും ഒന്ന് പൊളിച്ചെഴുതി യാഥാർത്ഥ്യം വ്യക്തമാക്കി കൊടുക്കാൻ അല്ലാഹു തീരുമാനിച്ചു. ഇല്ലട്ടോ, കൊല്ലാൻ കിട്ടിയിട്ടില്ല, ദാ തിരിച്ചു വരുന്നു ആൾ. ഒന്ന് വേറൊരു കാരണം, ഔ നുസൂലുഹു ലിദുനൂവി അജലിഹി, ഈസാ അലൈഹിസ്സലാമിന് അല്ലാഹു 1000കണക്കിന് വർഷം ആയുസ് കൊടുത്തു. ഇന്നും മരിച്ചിട്ടില്ലല്ലോ, മരിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞ വാദത്തെ ഖുർആൻ ഖണ്ഡിച്ചു അല്ലേ? ബൽ റഫഅഹു ഇലൈഹി, നിങ്ങൾ കൊന്നിട്ടില്ല, അങ്ങനെ മരിച്ചിട്ടില്ല, അല്ലാഹു അവനിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് എന്നാ പറഞ്ഞത്. ഖുർആൻ അതാണ് പറഞ്ഞത്. മരിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. കൊന്നു എന്ന അവരുടെ അവകാശവാദത്തെ ഖുർആൻ വളരെ മറുപടി കൊടുത്തതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് യാഥാർത്ഥ്യം മരിച്ചു എന്നല്ല, ഇന്നും അദൃശ്യ ലോകത്ത് ജീവിക്കുന്നു. അപ്പൊ ആയുസ്സാകുമ്പോ, കാലാവധി തീരുമ്പോ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്തിന്? ലിയുദ്ഫന ഫിൽ അർള്, ഭൂമിയിൽ അടക്കം ചെയ്യപ്പെടാൻ. ഭൂമിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടവർ മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ഒരാൾക്കും അവിടെ മാറ്റം ഉണ്ടാവാൻ പാടില്ല. ആകാശത്ത് മരിച്ചിട്ട് ആകാശത്തേക്ക് മടങ്ങാൻ പറ്റൂല, ഭൂമിയിലേക്ക് മടങ്ങണം. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടവർ മണ്ണിലേക്ക് അലിഞ്ഞു ചേരണം, മണ്ണിലേക്ക് മടങ്ങണം. അതുകൊണ്ട് ഈസാ അലൈഹിസ്സലാമും അതിൽ നിന്ന് ഒഴിവല്ല. അജലെത്തിയപ്പോ, സമയമെത്തിയപ്പോ ഇറങ്ങി വരുന്നു. ലിയുദ്ഫന ഫിൽ അർള്, ഭൂമിയിൽ അടങ്ങാൻ വേണ്ടിയിട്ട്. വഖീല, വേറൊരു അഭിപ്രായം ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തുന്നു, ദഅല്ലാഹു തആല, അല്ലാഹുവിനോട് ഈസാ അലൈഹിസ്സലാം ദുആ ചെയ്തു. ലമ്മാ റആ സിഫത മുഹമ്മദിൻ വ ഉമ്മത്തിഹി, മുഹമ്മദ് നബിയുടെയും മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെയും വിശേഷണം കണ്ടപ്പോ, വായിച്ചപ്പോ. എങ്ങനെ വായിച്ചത്? എങ്ങനെ ഈസാ അലൈഹിസ്സലാം നബിയെ കുറിച്ച് വായിച്ചത്? സഹാബത്തിനെ കുറിച്ച് വായിച്ചത് എങ്ങനെ? ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഞ്ചീലിലും തൗറാത്തിലും ഈ നബിയെ കുറിച്ചും നബിയെ പിന്തുടരുന്നവരെ കുറിച്ചും വിവരണമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും ركعا سجدا يبتغون فضلا من الله سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره എന്ന് തുടങ്ങിയിട്ട്
ഈ നബിയെക്കുറിച്ചും ആ നബിയെ പിന്തുടരുന്ന വിശ്വാസികളെക്കുറിച്ചും തൗറാത്തിൽ പറഞ്ഞത് ഇതാണ്, ഇഞ്ചീലിൽ പറഞ്ഞത് ഇതാണ്. സൂറത്ത് ഫത്ഹിന്റെ അവസാന ഭാഗം എടുത്തൊന്ന് വായിച്ചു നോക്കൂ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം വായിച്ചിട്ടുണ്ട് ഈ പ്രവാചകരെ കുറിച്ച്, ഈസാ നബി അലൈഹി സ്വലാം വായിച്ചിട്ടുണ്ട് ഈ നബിയെ കുറിച്ചും വിശ്വാസികളെ കുറിച്ചും ഈ ഉമ്മത്തിനെ കുറിച്ച്. വായിച്ചപ്പോ കൊതി തോന്നി, ദുആ ചെയ്തു, യജഅലനി മിൻഹും, പടച്ചോനെ അവരിലൊരാളാകാനുള്ള ഒരു ചാൻസ് നീ എനിക്ക് തന്നിരുന്നെങ്കിൽ എന്ന് ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. അപ്പോൾ ഫസ്തജാബല്ലാഹു ദുആഅഹു വഅബ്ഖാഹു ഹത്താ യൻസില ഫീ ആഖിരി സമാനി മുജദ്ദിദൻ ലിഅംരിൽ ഇസ്ലാം. ഈ പ്രാർത്ഥന അള്ളാഹു കബൂലാക്കിയിട്ട് ഈ ഉമ്മത്തിലെ ഒരു മെമ്പറായി 7 വർഷമാണെങ്കിലും ചുരുങ്ങിയ കാലം കഴിഞ്ഞുകൂടാനുള്ള തൗഫീഖ് ഈസാ നബി അലൈഹിസ്സലാമിന് നൽകിയതാണ്. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഇജാബത്ത് കൊടുത്തതാണെന്നും മുഹദ്ദിസുകളിൽ പലരും പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പ്രധാന അടയാളങ്ങളാണ്. അവസാനത്തെ അടയാളം ഏതാണെന്ന് പറഞ്ഞിട്ട് അന്ത്യദിനത്തിന്റെ ഭീകര കാഴ്ച അത് ലൈവായി കാണാനുള്ള സാഹചര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഖിയാമത്ത് നാളിൽ ലൈവായി കാണണോ? മൻ സറഹു അൻ യൻദുറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ ലൈവായി ദർശിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഖിയാമത്ത് നാൾ നേർക്കുനേരെ കാണാൻ കൊതിയുണ്ടോ? ഉണ്ടെങ്കിൽ ഫല്യഖറ സൂറത്തുൽ തക്വീർ, സൂറത്തുൽ തക്വീർ എന്ന് ഓതിയാൽ മതി. ഓതേണ്ട വിധം ഓതിയാൽ ഖിയാമത്ത് നാളിൽ ലൈവായിട്ട് കാണാം. ഖാല റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ആ ഭാഗമൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. അടുത്ത ആഴ്ച കൂടെ സമയമുള്ളൂ. പിന്നെ റമദാൻ കഴിഞ്ഞാലും ഈ ലോകാവസാനവും പരലോകവും തന്നെ തുടർന്ന് നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.